എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സൗമ്യ സരനാണ്. രാമന്തളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അച്ഛനും രണ്ട് മക്കളും ആ അച്ഛൻ്റെ അമ്മയും ആത്മഹത്യ ചെയ്ത് അധിക വർഷങ്ങളായിട്ടില്ല. നമ്മളിൽ കുറച്ചു പേർക്കെങ്കിലും ആ ഒരു ആത്മഹത്യയെ പറ്റി ഇപ്പോഴും ഓർമ്മയുണ്ടായിരിക്കും. അന്ന് അവിടെ നിന്ന് കണ്ടെടുത്തു എന്ന് പറയുന്ന ഒരു ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വെച്ചത് ഈ കുഞ്ഞുങ്ങളുടെ അമ്മ ഈ കുട്ടികളുടെ അച്ഛൻ്റെ അച്ഛന്, അതായത് മുത്തശ്ശന് എഗെയിൻസ്റ്റ് ഒരു വ്യാജ പോക്സോ കേസ് പരാതി കൊടുത്തു. അപ്പൊ അതിന്റെ പുറത്തുണ്ടായ ചില മാനസിക സംഘർഷങ്ങളും അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളും കാരണമാണ് ഇവർ ആത്മഹത്യ ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു ആത്മഹത്യാ കുറിപ്പും കണ്ടെടുത്തു എന്ന് പറയപ്പെടുന്നു. നമുക്കറിയാലോ, ഈ ഒരു സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ എന്താണ് സത്യം, എന്താണ് മിഥ്യ, എന്താണ് നെല്ല്, എന്താണ് പതിര്, ഇതൊന്നും അറിയാതെയാണ് ആളുകൾ ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ വിധി പ്രസ്താവങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഇതിലെന്താണ് സത്യം എന്നറിയാതെ ഇപ്പോൾ ഇന്ന് കാണുന്ന പോലെ തന്നെ ആ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ അമ്മയ്ക്കെതിരായിട്ട് വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ ബുള്ളിയിങ്ങും കാര്യങ്ങളൊക്കെ അന്ന് നടന്നത് കുറച്ചു പേർക്കെങ്കിലും ഓർമ്മയുണ്ടായിരിക്കും. അന്ന് ഈ പറയുന്ന പ്രതിസ്ഥാനത്ത് അല്ലെങ്കിൽ അമ്മ വ്യാജ പോക്സോ കേസ് കൊടുത്തു എന്ന് പറഞ്ഞ് അറസ്റ്റിലായ ആ മുത്തശ്ശൻ പുറത്തിറങ്ങി വേറെ ഒരു പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടിയെ പീഡിപ്പിച്ചതിന് അകത്ത് രണ്ടാമത്തെ പോക്സോ കേസിൽ പിടിയിലായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അല്ലെങ്കിൽ അന്ന് ഈ അമ്മയെ കുറ്റം പറഞ്ഞ അല്ലെങ്കിൽ അമ്മയെ തെറി വിളിച്ച ആളുകൾക്കൊക്കെ ഇന്ന് എന്താണ് പറയാനുള്ളത്? നമ്മളിങ്ങനെ എന്താണ് ഒരു കേസിന്റെ സത്യാവസ്ഥ എന്നറിയാതെ ഇത്തരത്തിൽ ആളുകളെ വിധി അല്ലെങ്കിൽ ആ ആളുകളെ വിധിക്കുക അല്ലെങ്കിൽ അവരെ മുൻവിധിയോടുകൂടി കാണുക അല്ലെങ്കിൽ ഇതാണ് ഫൈനൽ തീർപ്പ് എന്ന് ഈ സോഷ്യൽ മീഡിയയിലുള്ള കുറച്ച് ആളുകൾ തീരുമാനിക്കുക, അവരെ സോഷ്യൽ മീഡിയ വഴി തേജോവധം ചെയ്യുക. ആ സ്ത്രീ കടന്നുപോയ ഒരവസ്ഥ, ഞാൻ ഇന്ന് ആ സ്ത്രീയുടെ ഒരു ഇന്റർവ്യൂ കാണുമായിരുന്നു. ജീവിക്കാൻ ഗത്യന്തരം ഇല്ലാതെ അവർക്ക് ആ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക്, വേറൊരു ജില്ലയിലേക്ക് തന്നെ പലായനം ചെയ്യേണ്ടി വന്നു. അവിടെ ആരാണ് എന്ന് പോലും, അതായത് ഒളിവിൽ കഴിയുന്ന പോലെ ഒരു അവസ്ഥ, നമ്മളെ അറിയുന്ന ആളുകളിൽ നിന്ന് ഒളിച്ചോടേണ്ട അവസ്ഥ. കാരണം ആ സ്ത്രീ കാരണമാണ് ഈ ആത്മഹത്യ നടന്നത്. ആ സ്ത്രീ വ്യാജ പോക്സോ കേസ്, ഒന്ന് ആലോചിച്ച് നോക്കണേ. നമുക്കറിയാം ഇന്ന് പലരും, ചില ആളുകളെങ്കിലും, കുറച്ച് ശതമാനം ആളുകളെങ്കിലും ഈ പോക്സോ കേസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പീഡനം ഇതിനെ തെറ്റായ രീതിയിൽ, അതും സ്ത്രീകള്, എനിക്കറിയാം, അതും നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കുന്നൊന്നുമില്ല, കുറച്ച് സ്ത്രീകളെങ്കിലും ഇങ്ങനെയുള്ള നിയമങ്ങളെ തെറ്റായ രീതിയിൽ ആണുങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നുണ്ട്. അതൊരു സത്യാവസ്ഥ തന്നെയാണ്. പക്ഷേ അങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട് എന്ന് വെച്ച് ബാക്കിയുള്ള ബഹുഭൂരിപക്ഷം കേസുകളെയും നമ്മൾ മുൻവിധിയോടുകൂടി കാണരുത്. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് ഇത്തരത്തില് ഒരു കുഞ്ഞിന്റെ അമ്മ അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പോൾ ഇത്തരത്തില് കുട്ടികൾക്ക്, സ്വന്തം പെൺകുട്ടിയാവട്ടെ ആൺകുട്ടിയാവട്ടെ, ഏതെങ്കിലും രീതിയിലുള്ള ലൈംഗികമായിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ സെക്ഷുവൽ അബ്യൂസിന് വിധേയരാകുന്നു എന്ന് ഒരു സംശയം ഒരു സ്ത്രീക്ക്, ഒരമ്മയ്ക്കാവാൻ തോന്നുന്നത്, അല്ലെങ്കിൽ ഒരു മുത്തശ്ശിക്കാവാം, അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളുമായിട്ട് അടുത്തിടപഴകുന്ന ആർക്ക് വേണമെങ്കിലും ആവാം. ചിലപ്പോൾ ക്ലാസ് ടീച്ചർക്കാവാം. ആ കുട്ടി പോയി ആ കുട്ടിയുടെ സ്വഭാവത്തിൽ ചില വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നത് ക്ലാസ് ടീച്ചർ ആവാം. അപ്പൊ ആ കുട്ടിയുമായിട്ട് അടുത്തിടപഴകുന്ന ആർക്ക് വേണമെങ്കിലും ഇത്തരത്തിൽ ഒരു സംശയം ഉണ്ടായേക്കാം. അപ്പൊ അവരത് ആ കുഞ്ഞിന്റെ അടുത്ത ആളുകളുമായിട്ട് പറയുമ്പോൾ, ഇപ്പൊ ഈ അമ്മ അവരുടെ ഭർത്താവിനോട് പറയുമ്പോൾ അല്ലെങ്കിൽ അവരുടെ മദറിലോ അമ്മായി അമ്മയോടൊക്കെ പറയുമ്പോൾ പലരും അതിനെ കരുതുന്നത് അല്ലെങ്കിൽ പലരും ചിന്തിക്കുന്നത്, അയ്യോ എൻ്റെ അച്ഛൻ അങ്ങനെ ചെയ്യോ, അല്ലെങ്കിൽ എൻ്റെ ഏട്ടൻ അങ്ങനെ ചെയ്യോ, അല്ലെങ്കിൽ എൻ്റെ അനിയൻ അങ്ങനെ ചെയ്യോ, ഇത്തരത്തിലൊക്കെ ആയിരിക്കും. നോക്കൂ, ഈ കാലം നല്ലതല്ല, കലികാലമാണ് എന്ന് നമ്മൾ എല്ലാവർക്കും അറിയാം, അല്ലേ? ഇന്ന് പലപ്പോഴും പെൺകുട്ടികളെ ആവട്ടെ ആൺകുട്ടികളെ ആവട്ടെ ലൈംഗിക വൈകൃതങ്ങൾക്ക് അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വിധേയമാക്കുന്നത് 90% കേസുകളിലും അവരെ അറിയുന്ന, അവരുമായിട്ട് അടുത്ത് ഇടപഴകുന്ന അവരുടെ കുടുംബാംഗങ്ങളിൽ പലരുമാണ്. അത് നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് അത് ചിലപ്പോ സ്വന്തം അച്ഛൻ കുട്ടികളെ സെക്ഷൽ അബ്യൂസ് ചെയ്യുന്ന എത്ര കേസുകൾ നമ്മൾ ഇന്ന് കാണുന്നു. അതിന്റെ അർത്ഥം എല്ലാ അച്ഛന്മാരും മോശമാണെന്നാണോ? അല്ല. എല്ലാ മുത്തശ്ശന്മാരും മോശമാണോ എന്നാണോ? അല്ല. പക്ഷേ ഇങ്ങനെയുള്ള മനുഷ്യ വേഷത്തിൽ നടക്കുന്ന ചില ചെന്നായ്ക്കളും നമുക്കിടയിലുണ്ട്. അവര് ചിലര് അച്ഛന്മാരാണ്, ചിലര് മുത്തശ്ശന്മാരാണ്, ചിലര് ചെറിയച്ഛന്മാരാണ്, ചിലര് അമ്മാവന്മാരാണ്, ചിലര് അച്ഛൻ്റെ സുഹൃത്തുക്കളാണ്. അങ്ങനെ ഇവൻ സ്ത്രീകൾ വരെ ഇന്ന് പല കേസുകളിലും സ്ത്രീകൾ കസ്റ്റഡിയിൽ ആവപ്പെടുന്നുണ്ട്. അതായത് ആൺകുട്ടികളെ സെക്ഷലി അബ്യൂസ് ചെയ്ത സ്ത്രീകളെയും ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ആൺവർഗങ്ങളിൽ മാത്രമല്ല, ഇത്തരത്തിലുള്ള അബ്യൂസേഴ്സിനെ ആണുങ്ങളിലും പെണ്ണുങ്ങളിലും കാണാം. അവരിൽ പലരും പലപ്പോഴും സ്വന്തം വീടിന്റെ ഉള്ളിലുള്ളവർ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സംശയം
നമ്മുടെ ഭാര്യ പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ അമ്മ പറയുമ്പോൾ, അല്ലെങ്കിൽ കുട്ടിയുടെ ടീച്ചർ പറയുമ്പോൾ, അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ളൊരു സംശയം പറയുമ്പോൾ അതിനെ ഇത്തരത്തിൽ അങ്ങ് അടച്ചാക്ഷേപിക്കാതെ, വ്യാജ പരാതിയാണ് അല്ലെങ്കിൽ വ്യാജമായിട്ടുള്ള ആരോപണമാണെന്ന് അങ്ങ് തീർപ്പ് കൽപ്പിക്കാതെ അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ഒന്ന് അന്വേഷിക്കാൻ. ഇന്ന് ഞാൻ ആ അമ്മയുടെ ഇന്റർവ്യൂ കേൾക്കുമ്പോൾ അവർ പറയായിരുന്നു, അവരൊരാളോടൊന്നല്ല, അവർ പലരോടും പറഞ്ഞു. ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട ടീച്ചർമാരെടുത്ത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അധികാര സ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ഉത്തരവാദിത്തമുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന പലരോടും ഈ അമ്മ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആരും ആ അമ്മയെ ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. അവസാനം പോയിട്ട് പോലീസിൽ പോയി കേസ് കൊടുത്തപ്പോൾ അത് വ്യാജ കേസാണ് എന്ന് വ്യാഖ്യാനിച്ച് ഈ ഒരു കൂട്ട ആത്മഹത്യ, എനിക്കറിയില്ല ഈ കൂട്ട ആത്മഹത്യ, അവർ പറയുന്നു ഈ ആത്മഹത്യ കൂടി നിങ്ങൾ അന്വേഷിക്കണം എന്ന്. സത്യമല്ലേ ആ സ്ത്രീ പറയുന്നത്? എവിടെ നിന്നോ കിട്ടിയെന്ന് പറയുന്ന ഒരു ആത്മഹത്യാ കുറിപ്പ്. അപ്പോ എനിക്കറിയില്ല, അപ്പോ ഇതിൽ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തിട്ടുമില്ല, അത് ആലോചിക്കണം. ഈ ആരോപണ വിധേയനായ, ഇപ്പൊ രണ്ടാമതും പോക്സോ കേസിൽ അറസ്റ്റിലായപ്പെട്ടിരിക്കുന്ന ഈ പറയുന്ന മുത്തശ്ശൻ എന്ന് ഞാൻ അയാളെ വിളിക്കുന്നില്ല, ആ പറയുന്ന നരാധമൻ, അയാൾ ആത്മഹത്യ ചെയ്തിട്ടില്ല. അപ്പോ ആ സ്ത്രീ പറയുന്നത്, ആ പെൺകുട്ടി പറയുന്നത്, എൻ്റെ ഭർത്താവിൻ്റെയും കുഞ്ഞുങ്ങളുടെയും എൻ്റെ അമ്മായിയമ്മയുടെയും മരണം കൂടി ഒന്നുകൂടി അന്വേഷിക്കണം, അതിലും എനിക്ക് സംശയങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മൾ ഓരോരുത്തരെ വിധിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഓരോരുത്തരെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് നമ്മൾ ഒന്നുകൂടി ഒന്ന് ആലോചിക്കുക. പ്രത്യേകിച്ചിട്ട് ഇങ്ങനെയുള്ള ആരെങ്കിലും കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ടോ എന്ന് സംശയം പ്രകടിപ്പിക്കുമ്പോൾ പലപ്പോഴും കുട്ടികൾക്ക് ഇത് പറയാൻ പറ്റില്ല. അവർ പറയുന്നത് അമ്മയെ കൊല്ലും എന്ന് പറഞ്ഞാണ് ഈ മനുഷ്യൻ ഈ കുഞ്ഞിനെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാലോ, അവരെ പലതും പറഞ്ഞ് പേടിപ്പിക്കും. അപ്പൊ കുട്ടികൾ തുറന്ന് പറഞ്ഞു എന്ന് വരില്ല. പലപ്പോഴും ഇത് പലരുടെയും സംശയത്തിൽ നിന്നാണ് പല കേസുകളും ചുരുളഴിയപ്പെടുന്നത്. ചിലപ്പോൾ കുട്ടി നന്നായി പഠിച്ചിരുന്ന കുട്ടി പഠിക്കാൻ മോശമാവുന്നു, നന്നായി സംസാരിച്ച് ചിരിച്ചു കളിച്ച് നടന്നിരുന്ന കുട്ടി വളരെ മൂടിയാവുന്നു, ഒന്നിലും താല്പര്യമില്ലാതെ ഉൾവലിഞ്ഞു പോകുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങൾ, ചിലപ്പോൾ ടീച്ചർമാരായിരിക്കും അത് നോട്ടീസ് ചെയ്യുന്നത്, അമ്മയായിരിക്കും, അല്ലെങ്കിൽ അടുത്തുള്ള ആരെങ്കിലും ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നോട്ടീസ് ചെയ്ത് ഇത് എന്താണ് ഏതാണ് എന്നൊക്കെ അന്വേഷിച്ച് ഒരു സംശയം നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അവർ പറയുന്ന സംശയം നിങ്ങളുടെ ഏറ്റവും അടുത്ത, ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അനിയനെ പറ്റിയിട്ടോ ഏട്ടനെ പറ്റിയിട്ടോ ആരെങ്കിലൊക്കെ പറ്റിയിട്ടായിരിക്കും. ഉടൻ തന്നെ പോയി അവരോട് കയർക്കണമെന്നോ അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തണമെന്നോ അല്ല പറയുന്നത്. പക്ഷേ ഈ പറയുന്ന സംശയത്തിനെ തള്ളിക്കളയരുത്. ആ കുഞ്ഞിനെ വേണ്ട ഒരു സൈക്യാട്രിക് ഹെൽപ്പിലേക്ക് കൊണ്ടുപോവുക. ആ കുഞ്ഞിൽ നിന്ന് തന്നെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ശ്രമിക്കുക. അതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിലാണ് ഞാൻ പറഞ്ഞത്, ഒരു മെഡിക്കൽ ഹെൽപ്പ് ഇഷ്ടംപോലെ ചൈൽഡ് സൈക്യാട്രിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും നമുക്ക് ചുറ്റുമുണ്ട്. ഒരിക്കലും മടിക്കാതെ കുഞ്ഞിനെ അവിടെ കൊണ്ടുപോയി കാര്യങ്ങളിലെ നിജസ്ഥിതി എന്താണ് എന്ന് അറിയാനുള്ള ഒരു ശ്രമമെങ്കിലും നടത്തുക. അല്ലാതെ ഈ സംശയം പറയുന്ന ആളുകളെ അടച്ചാക്ഷേപിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ അനിയൻ അങ്ങനെ ചെയ്യില്ല, എൻ്റെ അച്ഛൻ അങ്ങനെ ചെയ്യില്ല, എൻ്റെ ഏട്ടൻ അങ്ങനെ ചെയ്യില്ല, എൻ്റെ അമ്മാവൻ അങ്ങനെ ചെയ്യില്ല, നോ, ആരും ചെയ്യും, ആർക്കും ചെയ്യാം. കാരണം നമ്മൾ കേൾക്കുന്ന കാണുന്ന കേസുകൾ ഇന്ന് അങ്ങനെയുള്ളതാണ്. ഒരിക്കലും മറക്കരുത്, ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങൾക്ക് വിധേയരാകുന്ന കുട്ടികളുടെ ആ ചെയ്ത ആളുകളെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴും ബഹുഭൂരിപക്ഷവും വീടിനുള്ളിൽ തന്നെയുള്ള, അവർക്ക് ഏറ്റവും അറിയുന്ന, ആ കുടുംബത്തിന് ഏറ്റവും അറിയുന്ന ആളുകളാണ്. ഒരിക്കലും അപരിചിതൻ വളരെ കുറച്ച് ശതമാനം കേസുകളിൽ മാത്രമാണ് പ്രതിസ്ഥാനത്ത് വരുന്നത്. അതൊരിക്കലും നമ്മൾ മറക്കരുത്. അപ്പൊ അതുകൊണ്ട് ഇത് നമുക്കൊരു പാഠമാണ്. 2 പാഠങ്ങളാണ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടത്. ഒന്ന്, സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങൾ വെച്ച് ആരെയും ജഡ്ജ് ചെയ്യരുത്, ആരെയും കുറ്റപ്പെടുത്തരുത്, ആരെയും സൈബർ ബുള്ളിങ് ചെയ്യരുത്, ആരെയും തേജോവധം ചെയ്യരുത്. രണ്ടാമത്തേത്, ഇത്തരത്തിലുള്ള സംശയങ്ങൾ ആരെങ്കിലും പറയുമ്പോൾ അതിനെ പൂർണ്ണമായി അടച്ചാക്ഷേപിക്കരുത്. അതിനെപ്പറ്റി കൂടുതലായിട്ട് അന്വേഷിക്കുക, നിജസ്ഥിതി കണ്ടെത്തിയതിനു ശേഷം മാത്രം ഒരു തീരുമാനത്തിലെത്തുക. താങ്ക് യു.